ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ വന്നത് റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള വ്യത്യാസമാണ് പറയാൻ പോകുന്നത്. ഇത് നമുക്ക് 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് റിസർവ് ക്യാപിറ്റൽ ആണ്. ഈ റിസർവ് ക്യാപിറ്റല് ഇവിടെ 4 ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 4 സെന്റൻസ്. അത് നമ്മൾ ബുള്ളറ്റ് പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ 4 പോയിന്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഈ 4 പോയിന്റിന്റെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു മലയാളം ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതോടൊപ്പം ലാസ്റ്റ് എന്ത് ചെയ്യും, ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു എക്സാമ്പിൾ ഉണ്ടാവും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് റിസർവ് ക്യാപിറ്റൽ 4 ബുള്ളറ്റ് പോയിന്റ് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി അൺകോൾഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി അൺകോൾഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ അൺകോൾഡ് ക്യാപിറ്റൽ ഭാഗമായിട്ടാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കമ്പനിയുടെ അൺകോൾഡ് ക്യാപിറ്റലിന്റെ ഭാഗമാണ് റിസർവ് ക്യാപിറ്റൽ അറിയപ്പെടുന്നത്. എന്താണ് ഈ അൺകോൾഡ് മീൻസ് പറഞ്ഞാൽ വിളിക്കാത്തത് അല്ലെ. രണ്ടെന്ന് പറയുന്നത് ദിസ് എമൗണ്ട് ഈസ് കോൾഡ് ആൻഡ് കളക്റ്റഡ് ഓൺലി ടു മീറ്റ് അൺഫോർസീൻ എക്സിസ്റ്റൻസീസ് സച്ച് ആസ് ലിക്വിഡേഷൻ. ലിക്വിഡേഷന്റെ വേറെ പേരാണ് വൈൻഡിങ് അപ്പ്. എന്താണ് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ പൂട്ടുക അല്ലെങ്കിൽ നിർത്തലാക്കുക. ആര്? കമ്പനി, ഓഫ് ദ കമ്പനി. മനസ്സിലായോ? ദിസ് എമൗണ്ട് ഈസ് കോൾഡ് ആൻഡ് കളക്റ്റഡ് ഓൺലി ടു മീറ്റ് അൺഫോർസീൻ എക്സിസ്റ്റൻസീസ് സച്ച് ആസ് ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ മീൻസ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. അതായത് ലിക്വിഡേഷൻ പോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഈ എമൗണ്ട് ആവശ്യപ്പെടുകയുള്ളൂ. ആരെടുത്താണ് ഈ എമൗണ്ട് ആവശ്യപ്പെടുന്നത്? ഷെയർ ഹോൾഡേഴ്സിനടുത്താണ്. ഓക്കെ, അപ്പൊ ലിക്വിഡേഷൻ പോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഈ തുക ആരിന് ആവശ്യപ്പെടുകയുള്ളൂ? ഷെയർ ഹോൾഡേഴ്സുമാരിന് ആവശ്യപ്പെടുകയുള്ളൂ. അത് മാത്രമല്ല, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അപ്പൊ എന്താ പറഞ്ഞത്? വൈൻഡിങ് അപ്പ് ടൈമില് ക്യാപിറ്റൽ ലോസസ് എഴുതി തള്ളാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു റൈറ്റ് ഓഫ്. എന്താണ് റൈറ്റ് ഓഫ് മീൻസ്? എഴുതി തള്ളുക. ആരെയും? ക്യാപിറ്റൽ ലോസസിനെയാണ് അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അപ്പൊ ക്യാപിറ്റൽ ലോസസ് തള്ളുന്ന എപ്പോഴാണ്? കമ്പനി പൂട്ടുന്ന സമയത്താണ്. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഇത് ഈ റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ടു ഡിസ്ക്ലോസ്. ഇതെന്തല്ല, കമ്പൽസറി അല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതും അല്ലെങ്കിൽ ഷോ ദിസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഈ റിസർവ് ക്യാപിറ്റൽ എന്നൊരു ഐറ്റം നമ്മൾ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. അത് മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് റിസർവ് ക്യാപിറ്റൽ പറഞ്ഞാൽ? കമ്പനിയുടെ അൺകോൾഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. ലിക്വിഡേഷൻ അതായത് കമ്പനി നിർത്തലാക്കുന്ന അല്ലെ, അവരെ പോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഈ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ആവശ്യപ്പെടുകയുള്ളൂ. അത് മാത്രമല്ല, വൈൻഡിങ് അപ്പ് അതായത് കമ്പനി പൂട്ടുന്ന സമയത്ത് ക്യാപിറ്റൽ ലോസസ് എഴുതി തള്ളാനാണ് നമ്മൾ ഈ റിസർവ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ റിസർവ് ക്യാപിറ്റൽ എന്തല്ല, മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞു. അതുകൂടാണ്ട് ഇത് ബാലൻസ് ഷീറ്റ് നമ്മൾ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനി ഷെയർ ഹോൾഡർമാരിൽ നിന്നും ഇനിയും വിളിച്ച് പറ്റാത്ത, അതാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഇനിയും വിളിച്ച് പറ്റാത്ത എമൗണ്ടിലെ ഒരു ഭാഗം കമ്പനി അവസാനിപ്പിക്കുകയാണെങ്കിൽ, അതായത് വൈൻഡപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? വിളിക്കാൻ മാറ്റി വെക്കുന്നതായിട്ടുള്ളത് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakh ആണെന്ന് വിചാരിക്കും. അതില് 7 ലക്ഷം കോൾഡ് അപ്പ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി വിളിക്കാത്ത എത്രയാണ്? 3 ലക്ഷം രൂപ. ആ 3 ലക്ഷം എടുത്തിട്ട് മൊത്തം നമ്മൾ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. അതിനകത്ത് കോൾഡ് അപ്പ് പോയിരിക്കുന്ന എത്രയാണ്? 7 ലക്ഷം. എന്താണ് ഈ കോൾഡ് അപ്പ് മീൻസ്? പിടിച്ചതായിട്ടുള്ളത് അല്ലേ. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? ബാലൻസ് 3 ലക്ഷം ഉണ്ട് അല്ലേ. അപ്പൊ ഈ 3 ലക്ഷം എന്താണ്? അൺകോൾഡ് ക്യാപിറ്റൽ ആണ്. മനസ്സിലോ? അപ്പൊ ഇപ്പൊ എന്തായിരിക്കും കമ്പനി തീരുമാനിക്കുന്നത്? നമ്മൾ അൺകോൾഡ് ആയിട്ട് 3 ലക്ഷം രൂപയില്ലേ, ആ 3 ലക്ഷം രൂപ നമ്മൾ കമ്പനി ആവശ്യപ്പെടുന്നപ്പോഴേക്കും വൈൻഡിങ് അപ്പ് അല്ലേ. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യാം? 2 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ ഹോൾഡേഴ്സിന് വാങ്ങാനൊരു പ്ലാൻ ഉണ്ടാവും. ഈ 2 ലക്ഷം രൂപയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? വേണമെങ്കിൽ നമുക്ക് 3 ലക്ഷം വാങ്ങിക്കാം, അല്ലെങ്കിൽ 2 ലക്ഷം വാങ്ങിക്കാം, അല്ലെങ്കിൽ 1 ലക്ഷം വാങ്ങിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താ എക്സാമ്പിൾ പറഞ്ഞത്? ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ 10 ലക്ഷമാണെന്ന് വിചാരിക്കുക.
അതിനകത്ത് കോൾഡ് അപ്പ് 7 ലക്ഷം പോയിട്ടുണ്ട്, ബാലൻസിന് എത്ര ഉണ്ട്? 3 ലക്ഷം ഉണ്ട് അല്ലെ. അപ്പൊ കമ്പനി എന്ത് തീരുമാനിക്കുന്നു? കമ്പനി പെട്ടെന്ന് പൂട്ടുകയാണെങ്കിൽ ബാക്കി വന്ന 3 ലക്ഷം ഉണ്ടല്ലോ, അത് ഷെയർ ഹോൾഡേഴ്സിന്റെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അവരിന്ന് നമുക്ക് 2 ലക്ഷം വാങ്ങിക്കാം. മനസ്സിലാവും? അപ്പൊ ആ 2 ലക്ഷം നമുക്ക് എന്ത് ചെയ്യാം? റിസർവ് ക്യാപിറ്റലായിട്ട് പറയാം. ഓക്കെ അല്ലേ? വേണമെങ്കിൽ 1 ലക്ഷം ആവാം, ചിലപ്പോൾ 3 ലക്ഷം ആവാം. ഇത്രയും. അപ്പൊ വളരെ സിമ്പിൾ ആണ്, ഒരു പാടുമില്ല. ഇത് നമുക്ക് എന്തോ മനസ്സിലാക്കേണ്ടത്? കമ്പനി ഇത് നമ്മൾ ഉപയോഗിക്കത്തൊന്നുമില്ല. കമ്പനി എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? കമ്പനി അടയ്ക്കുമ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സേഫ്റ്റി എമൗണ്ട് ആയിട്ട് വെക്കാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പറയാവുന്നത് ക്യാപിറ്റൽ റിസർവ് ആണ്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്, ഒരു പാടില്ല. അതിനകത്ത് പറയുന്നുണ്ട്, ദിസ് ഈസ് ക്രിയേറ്റഡ് ഫ്രം ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ ഏൺഡ് ത്രൂ ദ റെഗുലർ ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ്. എന്താണ് ഈ ഓപ്പറേഷൻ? മീൻസ് പ്രവർത്തനമാണ് അല്ലെ. റെഗുലർ മീൻസ് എപ്പോഴും അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട്, അതായത് സാധാരണ രീതിയിലാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ദിസ് ഈസ് ക്രിയേറ്റഡ് ഫ്രം ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ ഏൺഡ് ത്രൂ ദ റെഗുലർ ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ്. അതായത് സാധാരണ ബിസിനസ് പ്രവർത്തനങ്ങളിലൂടെ അല്ലാതെ ലഭിക്കുന്ന ലാഭത്തിൽ, അതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ഇതിൽ ഫോം ചെയ്യുന്നത്. എന്താ പറയുക? സാധാരണ ബിസിനസ് പ്രവർത്തനങ്ങളിലൂടെ അല്ലാതെ ലഭിക്കുന്ന ലാഭത്തിൽ, അതിന് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെ, അതിൽ നിന്നാണ് നമ്മൾ ഇത് രൂപീകരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് അറൈസസ് ഫ്രം നോൺ റെക്കറിംഗ് പ്രോഫിറ്റ്സ് ലൈക്ക് ദ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇറ്റ് അറൈസസ് ഫ്രം നോൺ റെക്കറിംഗ് പ്രോഫിറ്റ് ലൈക്ക്, നോൺ റെക്കറിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അത് വരുന്നതാണ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്ന? ഫിക്സഡ് അസറ്റുകളുടെ വിൽപ്പനയോ ഇഷ്യൂവോ ഡിബെഞ്ചറുകളോ അവയെ നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവയെ നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. അതിനകത്ത് ഒരു എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന? ഇറ്റ് അറൈസസ് ഫ്രം നോൺ റെക്കറിംഗ് പ്രോഫിറ്റ് ലൈക്ക് ദ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. അതായത് ഫിക്സഡ് അസറ്റുകളുടെ സെയിലോ ഷെയറുകളോ ഡിബെഞ്ചറുകളോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? ലാഭം കിട്ടും. ഇതൊരു എക്സാമ്പിൾ ആണെന്ന് പറയാം. അത് മാത്രമല്ല, these funds are not available for distribution as dividends to shareholders. ഈ എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിതരണം ചെയ്യാൻ പാടുള്ളതല്ല. ഈ എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അത് മാത്രമല്ല, ക്രിയേറ്റിംഗ് എ ക്യാപിറ്റൽ റിസർവ് ഫ്രം ക്യാപിറ്റൽ പ്രോഫിറ്റ് ഈസ് മാൻഡേറ്ററി. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ഇത്തരത്തിൽ റിസർവ് ഉണ്ടാക്കുന്നത് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒന്നുകൂടെ പറയാം. ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുമ്പോൾ സാധാരണ ബിസിനസ് പ്രവർത്തനങ്ങളിലൂടെ അല്ലാതെ ലഭിക്കുന്ന ലാഭത്തിൽ, അതിന് ക്യാപിറ്റൽ പ്രോഫിറ്റ്, അതിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഫിക്സഡ് അസറ്റുകളുടെ സെയിൽസ്, ഷെയറുകളുടെയോ ഡിബെഞ്ചറുകളുടെയോ ഇഷ്യൂ എന്നിവയിൽ നിന്നുള്ള ലാഭം. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് മാത്രമല്ല, ഈ എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളതല്ല. ക്യാപിറ്റൽ പ്രോഫിറ്റിനും ഇത്തരത്തിൽ എന്ത് ചെയ്യാം? റിസർവ് ഉണ്ടാകുന്നത് മാൻഡേറ്ററി ആണ് പറഞ്ഞു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ ഉണ്ടാവുന്ന റിസർവ് ആണ്. ഓക്കെ ഉണ്ടല്ലോ? അപ്പൊ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്ന പ്രോഫിറ്റ്, ഷെയർ പ്രീമിയം ആവാം, അല്ലെങ്കിൽ ഡിബെഞ്ചർ പോലുള്ള കാര്യങ്ങൾ ആവാം. ഓക്കെ അല്ലല്ലോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനി ഒരു ബിൽഡിങ് 5 ലക്ഷത്തിന് വാങ്ങിച്ചു. പിന്നീട് അത് നമ്മൾ എന്ത് ചെയ്യാം? 8 ലക്ഷത്തിലേക്ക് നമ്മൾ വിൽക്കാൻ നോക്കുന്നു. ഒരു കമ്പനി 5 ലക്ഷത്തിലേക്ക് നമ്മൾ ബിൽഡിംഗ് വാങ്ങിക്കുകയാണ്. അതിനെന്ത് ചെയ്യുക? പിന്നീടായപ്പോൾ അത് 8 ലക്ഷത്തിലേക്ക് നമ്മൾ വിൽക്കുന്നു. അപ്പൊ പ്രോഫിറ്റ് എത്ര കിട്ടി? 3 ലക്ഷമാണ് അല്ലെ. ഈ 3 ലക്ഷമാണ് എന്തെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് മാറ്റി വെക്കുന്നത്. അപ്പൊ എത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഒന്നെങ്കിൽ ഫിക്സഡ് അസറ്റ് ആവാം, അല്ലെങ്കിൽ ഷെയറോ ഡിബെഞ്ചറോ അതിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള പ്രോഫിറ്റോ ആവാം. മനസ്സിലായോ? അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നാവാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടാണ്, ഒരു കമ്പനി ഒരു ബിൽഡിംഗ്. അപ്പൊ ബിൽഡിംഗ് മീൻസ് എന്തുവാ? അസറ്റ് അല്ലേ, ഫിക്സഡ് അസറ്റ് അല്ലേ. അപ്പൊ നമ്മൾ ആ ഫിക്സഡ് അസറ്റ് 5 ലക്ഷത്തിലേക്ക് വാങ്ങിക്കുന്നു, നമ്മൾ അത് 8 ലക്ഷത്തിലേക്ക് വിൽക്കുന്നു. പ്രോഫിറ്റ് എത്ര കിട്ടി? 3 ലക്ഷം കിട്ടി. ഓക്കെ ആണല്ലോ? ഇത്ര. ആ 3 ലക്ഷം നമുക്ക് എന്താ പറയാം? ക്യാപിറ്റൽ റിസർവ് ആണെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ?